പശ്ചിമേഷ്യയിൽ യുദ്ധം കത്തുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ അപലപിച്ചോ ഇല്ലെങ്കിൽ ഖമനേയ്ക്ക് ആദരാഞ്ജലി നേർന്നോ ഒന്നും കണ്ടില്ല. പക്ഷേ ഇസ്രായേലിനോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്, UAE-യോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? പ്രിയൻ, അത് ഒരു പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. പശ്ചിമേഷ്യയിൽ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സാക്ട് ഫിഗർ ഇല്ല, എന്നാലും അതിന് ഏതാണ്ട് അടുത്ത് 1 കോടിയോളം പേര്. ഇസ്രായേലിൽ 20,000 പേര്, പിന്നെ ബാക്കി സൗദിയിൽ 20 ലക്ഷം പേര്, UAE-യിൽ 30 ലക്ഷം പേര്, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് 1 കോടി. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും മുൻപിലുള്ള ഏറ്റവും പ്രധാന ലക്ഷ്യം. അതൊന്ന്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഈ മറ്റേ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് UAE പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ സംസാരിച്ചതിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ വഴി പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. പശ്ചിമേഷ്യയിലെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം. മനുഷ്യർ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഖമേനിയുടെ മരണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊരു 2ാം തരം പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഖമേനിക്ക് എന്തെങ്കിലും ഔദ്യോഗിക പദവിയുണ്ടോ? അയാൾ ഇറാൻ്റെ എന്തെങ്കിലും പ്രസിഡൻറ്റോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഔദ്യോഗിക മുഖ്യ പട്ടാള മേധാവിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. അയാൾ അവിടുത്തെ പരമോന്നത നേതാവെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവരുടെ ഷിയ വർഗത്തിൻ്റെ സ്പിരിച്വൽ ലീഡറാണ്. അയാളെ പറ്റി പറയണത് ഞാൻ പത്രത്തിലും എല്ലാം വായിച്ചിട്ടുള്ളത്, അടുത്ത ദിവസം വരെ തലയിൽ 1 ഔൺസ് കോമൺ സെൻസ് ശേഷിച്ചിട്ടുള്ളവർ പോലും ഖമേനിയെ ഇഷ്ടപ്പെടില്ല. അത്രമാത്രം ദുഷ്ടതരാണ് ഖമേനി ചെയ്തു കൂട്ടിയത്. എത്ര പേരെയാണ് അയാൾ പട്ടാളത്തിനെ ഉപയോഗിച്ചും റിലീജിയസ് പോലീസിനെ ഉപയോഗിച്ചും കൊന്നിരിക്കണേന്നറിയാമോ? അതിൽ ഏറ്റവും ഒരു ഉദാഹരണം 2022 മഹ്സ അമീനി എന്ന് പറഞ്ഞ ഒരു കുർദിഷ് ഇറാനിയൻ വനിതയുണ്ട്. അവരെന്തോ ഹിജാബ് ധരിച്ചില്ലാന്നോ, ഹിജാബ് ധരിച്ചത് പ്രോപ്പറായിട്ട് ആയിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ റിലീജിയസ് പോലീസിനെ ഉപയോഗിച്ചിട്ട് അവരെ തല്ലിക്കൊല്ലുക ചെയ്ത്. അപ്പൊ അതേപോലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാമോ? ആദ്യമൊക്കെ ഈ ഇറാൻ്റെ മറ്റേ ഷായെ പുറത്താക്കിയിട്ട് ഒരു ചങ്ങാതി വന്നിട്ടുണ്ടായിരുന്നു, ആയത്തുള്ള റുഹുള്ള ഖുമൈനി എന്ന് പറഞ്ഞു. അന്ന് എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. അയാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഖമേനി ഭയങ്കര ദുഷ്ടനാണ്. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖമേനീൻ്റെ മരണം ഒരു അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലിവിങ് നൈറ്റ് മെയർ എന്നായിരിക്കും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക നമുക്ക്. എതിർക്കപ്പെടേണ്ട ആൾക്കാരെ എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. ഈ സ്പിരിച്വൽ ലീഡറാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരെ കൊല്ലാനായിട്ടല്ലല്ലോ ഉത്തരവ് കൊടുക്കേണ്ടത്. ഇയാൾ ചെയ്തത് അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേ മത മേലധ്യക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനാണ് ഉത്തരവിടേണ്ടത്, അതോ സമാധാനം ഉണ്ടാക്കാനാണോ ജനങ്ങളുടെ ഇടയിൽ? ഈ പറയണ ക്വാളിറ്റി ഒന്നുമില്ല. അയാളുടെ മരണത്തിൽ അനുശോചിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിന് അയാളുടെ മരണത്തിൽ പ്രതിഷേധിച്ചിട്ട് ഈ ജമ്മു കാശ്മീരിലും ഹൈദരാബാദിലും എല്ലാം ആൾക്കാർ പോലീസിന് കല്ലെറിയണു, പ്രകടനം നടത്തണം, അടി കൊടുക്കാണ്ട് എല്ലാത്തിനും നല്ല ലാത്തി ചാർജ് കൊടുത്ത് തല്ലി ഓടിക്കുക വേണ്ടത് ശരിക്കും. ഹൂ ഈസ് ഈ ഖമേനി എന്ന് പറയുന്നത്? അയാളൊരു ദുഷ്ടനാണ്, ബ്രൂട്ടൽ ഡിക്റ്റേറ്റർ എന്നാണ് അയാളെ അടുത്ത കാലം വരെ എല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ചത്തു കഴിഞ്ഞപ്പോൾ അയാൾ നല്ലവനായോ? അത് ശരിയല്ല. അപ്പോൾ പ്രധാനമന്ത്രി ചെയ്തത് അയാളുടെ മരണം ഇഗ്നോർ ചെയ്തത് എനിക്ക് തോന്നുന്നു നല്ല കാര്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യയിലുള്ള ഭാരതീയരുടെ സുരക്ഷിതത്വമാണ്. അത് അദ്ദേഹം ഉറപ്പുവരുത്താൻ അദ്ദേഹം എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും തലവന്മാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അവരോട് ഞങ്ങളുടെ ആശങ്കകൾ, ഈ പ്രദേശത്തെ ആശങ്കകൾ, ഡെവലപ്മെൻറ്റിൽ വന്നിട്ടുള്ള ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം സംഘർഷം അവസാനിപ്പിച്ച് അന്തർലീനമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്
സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണ് ഇറാൻ ഇന്ത്യയിൽ നിന്ന് എത്രയോ മൈലുകൾ ദൂരെയാണ് ഇറാൻ കിടക്കുന്നത്, എത്രയോ മൈലുകൾ ദൂരെയാണ് ഇസ്രായേൽ കിടക്കുന്നത്, എത്രയോ മണിക്കൂറുകൾ ദൂരെയാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ സ്ഥിതിയാണ്. അവിടേക്ക് ഇന്ത്യ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകളിൽ നമ്മളുടെ ആശങ്കകളും നമ്മളുടെ അപ്രിഹെൻഷൻസും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ജയശങ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിലും അത് നന്നായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലവാരത്തിൽ താഴാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. അദ്ദേഹം ഇപ്പോൾ എത്രയോ വർഷമായി രാഷ്ട്രതലവന്മാരൊക്കെ ആയിട്ട്, 12 വർഷം. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും മോദി എന്താ ചോദിച്ചത്, മോദി എന്താ പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. അതിൽ കൂടുതൽ അവർക്ക് എന്ത് പറയാൻ പറ്റും? പിന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്, അതിനകത്തൊക്കെ ഇവർ കാശ്മീരിൻ്റെ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ആരെ സപ്പോർട്ട് ചെയ്തിരിക്കണേന്ന് പ്രിയനൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക, അവരാരുടെ സൈഡാണ് നിന്നിരിക്കണേന്ന്. പാകിസ്ഥാനൊപ്പമാണ് നിൽക്കുന്നത്. ഈ കശ്മീരിലുള്ള ഫറൂഖ് അബ്ദുള്ള വരെ ഇന്ത്യക്കെതിരാണ്. അയ്യോ, 90 വയസ്സായിട്ടും അയാൾക്ക് ഇന്ത്യയോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല. അയാൾ ഭയങ്കര ഇന്ത്യ വിരുദ്ധനാണ്. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, അയാളുടെ മകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അറിയാം അയാൾ വലിയ അപകടകാരിയാണ്. ഈ ഫറൂഖ് അബ്ദുള്ള, അയാളുടെ കാരണവർ അതിലും വലിയ അപകടകാരിയായിരുന്നു. എന്താ പറയുക, ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറഞ്ഞു. ഷെയ്ഖ് എന്താണ് അയാളെ വിളിച്ചിരുന്ന കാശ്മീർ സിംഹം എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ആ സിംഹം കേസ് കൊടുക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാൾ കാശ്മീർ കഴുതയാണ് യഥാർത്ഥത്തിലേ. അയാളുടെ മോനും അതേപോലെ കാശ്മീർ കഴുതയാണ്. ഈ എല്ലാവരുടെയും മുമ്പിൽ വന്ന് വലിയ ഡ്രമാറ്റിക്സ് ഒക്കെ കളിച്ച ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ അറിയാം. ഉള്ളിൻ്റെ ഉള്ളിൽ ഹിന്ദു വിരുദ്ധതയാണ് അവരുടെ മനസ്സിലുള്ളത്, ഇന്ത്യയോടുള്ള ദേഷ്യമാണ്. കശ്മീർ ഫയൽ സിനിമ കണ്ടതല്ലേ? വൈ ഷുഡ് ഐ ടോക്ക് മോർ? അതെ, ഈ പറയുന്ന നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് സൗദി അറേബ്യയോടൊപ്പം ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പാക് നാറ്റോയൊക്കെ ഉണ്ടാക്കാനായിട്ട്, അറബ് നാറ്റോ ഉണ്ടാക്കാൻ വേണ്ടി നടന്നു. അവർക്കൊപ്പമാണ് ഖത്തർ എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരായിട്ടും ഇന്ത്യക്കെതിരായിട്ടും ഒക്കെ നിൽക്കുന്ന ഭീകരവാദ ശക്തികളെ വളർത്തുന്ന രാജ്യമാണ്. കുവൈറ്റിനും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള നിലപാടാണുള്ളത്. പക്ഷെ നമുക്ക് നല്ല ബന്ധങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഒമാൻ, UAE, അതുപോലെ തന്നെ ഇസ്രായേൽ, ഇങ്ങനെ തുടങ്ങിയുള്ള നല്ല രാജ്യങ്ങളുമായിട്ടെല്ലാം നമുക്ക് ആഴത്തിലുള്ള ബന്ധങ്ങളുമുണ്ട്. മോദി ആ ഒരു ലൈനാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാവുകയില്ല. പിന്നെ സൗദി അറേബ്യയിൽ വഹാബി ബ്രാൻഡ് ഓഫ് ടെററിസം സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതെ, മനസ്സിലായില്ലേ? ഖത്തറൊക്കെ ഇന്ത്യയുടെ എത്രയോ സാധാരണ ജോലിക്കൊക്കെ പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തട്ടിയെടുത്തിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു. ഓർമ്മയില്ലേ? ഒരു 6-8 പേരെ മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ അവർ കമ്പനിയിൽ കൺസൾട്ടൻസ് ആയിട്ട് ജോലി ചെയ്യായിരുന്നു, അവരെ പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു. അവസാനം പ്രധാനമന്ത്രിയുടെ ഫുൾ ഡിപ്ലോമാറ്റിക് കേപ്പബിലിറ്റി കൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇവരൊന്നും ഇന്ത്യയോട് ഒരു സൗഹൃദമില്ല അവർക്ക്. അവർ മറ്റേ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് അവർ ജീവിക്കുന്നത്. ഇൻഫിഡൽസിനെ, അതായത് അവിശ്വാസിയെ കണ്ട കൊല്ലുക. ഇതിനെപ്പറ്റി നമ്മൾ പറയില്ല. അവർ അവരുടെ വേദപുസ്തകം വളരെ മാന്യമായിട്ട് ഒബ്സർവ് ചെയ്യും, കിട്ടണവനൊക്കെ വെച്ചിട്ട്. നമ്മൾ പാവങ്ങൾ സഹിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് വേറെ ഈ അവർക്ക് കൊടുക്കുന്ന ഇസ്ലാം അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് കൊടുക്കുന്ന പരിഗണനയൊന്നും ഹിന്ദുക്കൾക്ക് കിട്ടണില്ല ഇവിടെ, നാച്ചുറലി. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. പറയേണ്ടവരുമായിട്ടൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്.